ചെണ്ടമേളം തപ്പുകുഴൽ വിളിനാദം തക 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 തരികിട മേളം തകിൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാട് ഭൂമി മലയാളം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കാർഡ് മാജിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്ലേറ്റ് ഓഫ് ഹാൻഡ് ട്രിക്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് കുറച്ച് പാടാണ് ചെയ്യാൻ, പക്ഷെ ഇത് പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ വലിയ റിയാക്ഷൻസ് ഒക്കെ കിട്ടും. നൗ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ട്രിക്കിന്റെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാണ്ട് ആദ്യം ഇതിന്റെ പെർഫോമൻസ് കാണുക. ഓക്കെ, നമുക്കിപ്പോൾ പെർഫോമൻസിലേക്ക് കിടക്കാം. അത് ഞാൻ കാണിക്കുന്ന ജസ്റ്റ് ഷഫിൾ ചെയ്യാണ്. ഒന്നും കൂടി ഒന്ന് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ കാർഡ് കാണാം. ഇനി ഈ ഡെക്ക് മൊത്തം ഷഫിൾഡ് ഞാൻ കാണിച്ചു തരാം. മൊത്തം ഷഫിൾഡ് ആണ്. ഇനി ഇത് ഡെക്കിൻ്റെ ഇത് എവിടെ വെച്ചോ, സെൻട്രലായിട്ട് വരും. ഓക്കെ, ഇപ്പം അത് സെൻട്രലായിട്ട് വെച്ചു. നമുക്ക് ജസ്റ്റ് ഇത് കട്ടൊക്കെ കൊടുക്കാം. ഒരു റിഫിൽ ഷഫിളും കൊടുക്കാം. എന്നിട്ടൊരു ഷഫിളും കൂടി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ വെൽ ഷഫിൾഡ് ആണ്. ഇനി ഞാൻ കുറച്ച് ചീട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ആസ് ഓഫ് ഹേർട്സ്, ആസ് ഓഫ് സ്പേർട്സ്, ആസ് ഓഫ് ഡയമണ്ട്, ആസ് ഓഫ് ക്ലബ്സും ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഈ കാർഡിൻ്റെ മേളിട്ട് ഇതൊക്കെ ഒന്ന് വയ്ക്കുന്നു. ഞാൻ എടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം എല്ലാ ചീട്ടും. ആസ് ഓഫ് ഹേർട്സ്, ആസ് ഓഫ് സ്പേർട്സ്, ആസ് ഓഫ് ഡയമണ്ട്സ്, ആസ് ഓഫ് ക്ലബ്സ്. ഇനി ഞാൻ ഒരു ആസ് ഓഫ് സ്പേർട്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ആസ് ഓഫ് സ്പേർട്സ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വെച്ചാണ് ഒരു മാജിക് കാണിക്കുന്നത്. ഇനി ആസ് ഓഫ് സ്പേർട്സ് ഞാൻ എടുത്ത് ഇതിൻ്റെ അടിയിലായിട്ട് വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുന്നു. എന്നിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ 1 2 3 ഇപ്പോൾ ആസ് ഓഫ് സ്പേർട്സ് തലയിടിഞ്ഞു വന്നു. ഇനി ഞാൻ ഈ ബാക്കിയുള്ള 3 ഏസസ് ഇതിൻ്റെ മേലിട്ട് ഇങ്ങനെ തന്നെ വയ്ക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ആ അടിയിലിരിക്കുന്ന 2 ഏസസ് അതിനെ ഐസ് ഓഫ് സ്പേർട്സും പിന്നെ അതിൻ്റെ അവിടെയുള്ള അടുത്ത ഏസിനെ ഇതിൻ്റെ മേലിട്ട് വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ 1 2 3 ഇപ്പോൾ ആ ഏസ് ഇവിടെ വന്നു. ഇനി ഇപ്പോൾ ആ ഏസ് തലയിഞ്ഞു വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ ആ ഏസ് 3ാമത്തെ പൊസിഷനിലേക്ക് വന്നു. ഇനി നമുക്ക് ആ ഏസ് ഈ ബാക്കിയുള്ള ഏസിനെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിട്ട് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് ഏസ് ഓഫ് ക്ലബ്സിനെ നമുക്ക് മേളിട്ടും വയ്ക്കാം. എന്നിട്ട് ഇതൊരു വേറെ ഒരു ഇതാണ്. ആദ്യം കണ്ട റൗണ്ട് 1ലും റൗണ്ട് 2ലും കണ്ട പോലെയല്ല, ഇത് വേറൊരു ഇതാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്യണം. എന്നിട്ട് സ്നാപ്പ് ചെയ്ത് കഴിയുമ്പോൾ 1 2 and 3 ഇപ്പോൾ ആ ചീട്ടും ഏസ് ഓഫ് സ്പേർട്സ് പിന്നെയും തലയിരിഞ്ഞു വന്നു. കാണാം, ഏസ് ഓഫ് സ്പേർട്സ് പിന്നെയും തലയിരിഞ്ഞു വന്നു. ഇനി നമ്മൾ ആ ബാക്കിയുള്ള 3 ചീട്ടും മാറ്റി വെച്ചിട്ട് ഏസ് ഓഫ് സ്പേർട്സ് മാത്രം എടുക്കുന്നു. ഇപ്പോൾ ഏസ് ഓഫ് സ്പേർട്സ് ആയിരുന്നു നമ്മൾ തലയിരിഞ്ഞ് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഇത് ഏസ് ഓഫ് സ്പേർട്സ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ ഏതായിരുന്നു ആ ചീട്ട്? ഇതല്ലേ? അപ്പോൾ ഇതാണ് ട്രിക്ക്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇനി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ശേഷം കാണാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ പഠിക്കാം. ഇത് ട്രിക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് വേണ്ടത് ഒരു ഡെക്ക് ഓഫ് ചീട്ടാണ്. പിന്നെ നമ്മൾ ഈ ആസുകൾ ഇവിടെ മാറ്റി വെക്കണം. അത് വേറെ ഡെക്കിൽ നിന്നൊന്നും വേണ്ട, ഈ ഡെക്കിൽ നിന്ന് തന്നെ മതി. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം,
എൻ്റെ ചാനലിൻ്റെ തൊട്ട് താഴത്ത് കിടക്കുന്ന അവിടെ ചുവന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കിടക്കുന്നുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കിടക്കണ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് നോക്കാം. നമുക്കിനി വേണ്ടത് 4 ഏസാണ്. നമുക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ചീട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീട്ട് ഇടുക. ഇപ്പോൾ എനിക്കിഷ്ടം ആസ് ഓഫ് സ്പേർട്സ് ആണ്, കാരണം ഒരു ഡെക്കിലെ ഏറ്റവും വലിയ ചീട്ട് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചീട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആസ് ഓഫ് ഡയമണ്ട് ആണെങ്കിൽ അതെടുത്ത് നമ്മൾ രണ്ടാമത്തെ പൊസിഷനിൽ വെക്കണം. ആസ് ഓഫ് സ്പേർട്സ് ആണെങ്കിൽ അതെടുത്ത് വെക്കണം. ആസ് ഓഫ് ക്ലബ്സ് ആണെങ്കിൽ അതും രണ്ടാമത്തെ പൊസിഷനിൽ എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പൊസിഷനിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ കാർഡ്സ് ഇങ്ങനെ തലയിടിച്ച് വെക്കണം. എന്നിട്ട് ഫേസ് ഡൗൺ ആയിട്ട് വെക്കണം. എന്നിട്ട് ഫേസ് അപ്പിൽ നിന്നാണ് ഫേസ് അപ്പായിട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ചീട്ട് രണ്ടാമത്തെ പൊസിഷനിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമതിരിക്കുന്ന ചീട്ടാണ് അവരുടെ ചീട്ടായിട്ട് മാറ്റുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു കട്ടും ഷഫിളും ഒക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്പെക്ടേറ്ററിന് ഷഫിൾ ചെയ്യാൻ കൊടുക്കാം, അത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരോട് ജസ്റ്റ് ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറയണം. ഓക്കെ, അവരിപ്പോൾ ഈ കാർഡാണ് യൂസ് ചെയ്തതെന്ന് വെച്ചോ. അതിപ്പോൾ 3 of Hearts ആണ്, നിങ്ങൾക്ക് കാണാം. ആ 3 of Hearts നമ്മൾ ജസ്റ്റ് ഡെക്കിൻ്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവരോട് വെക്കാൻ പറയണം. എന്നിട്ട് വെച്ചതിന് ശേഷം അവർ വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ആ 3 of Hearts 3 of Hearts നമുക്ക് വേറൊരു കാർഡും കൂടി ചൂസ് ചെയ്യാം. 2 of Spades ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എവിടെ നിന്നെങ്കിലും ഇങ്ങനെ റിഫിൽ ഡൗൺ ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റിഫിൽ ഡൗൺ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ അവരോട് ചീട്ട് ഇവിടെ വയ്ക്കാൻ പറയണം. അവർ ചീട്ട് വെച്ചതിന് ശേഷം ആ ചീട്ടിൻ്റെ മേളിലായിട്ടൊരു പിങ്കി ബ്രേക്ക് കുടിക്കണം. അപ്പോൾ അവരുടെ ചീട്ട് ഇതാണ്. അതിൻ്റെ മേളിൽ ഞാനൊരു പിങ്കി ബ്രേക്ക് കുടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചീട്ട് ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പിങ്കി ബ്രേക്ക് പിടിച്ചോടത്ത് വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ ചീട്ട് ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ പിങ്കി ബ്രേക്ക് പിടിച്ചോടത്ത് എത്തുമ്പോൾ നമ്മൾ ആ ഡെക്ക് ഓഫ് ചീട്ട് മൊത്തം അങ്ങ് ഇടണം. ഇപ്പോൾ അവരുടെ ചീട്ട് ടോപ്പിൽ വരും. എന്നിട്ട് നമുക്ക് റിഫിൽ ഷഫിൾ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് റിഫിൽ ഷഫിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ ചീട്ട് ടോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. കൂടി ഒന്ന് ഷഫിൾ ചെയ്യാം. എന്നിട്ട് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഷഫിളാണ്. അപ്പോൾ അവരുടെ ചീട്ട് ഏറ്റവും ബാക്കിൽ വരും. ഇപ്പോൾ അവരുടെ ചീട്ട് ഏറ്റവും ബാക്കിൽ വന്നു. ആദ്യം അവരുടെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. ഫ്രണ്ടിലിരുന്നിട്ട് നമ്മൾ ഈ ചീട്ട് എടുക്കുമ്പോൾ ഇത് സ്ലിപ്പ് ഷഫിളൊന്നും ഇല്ല, അതുകൊണ്ട് ആ കാർഡ് മാത്രം എടുക്കണം. അവരുടെ ചീട്ട് ടോപ്പിലാണ്, അപ്പോൾ അത് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷഫിൾ ചെയ്യണം. അപ്പോൾ അവരുടെ കാർഡ് ഏറ്റവും ബോട്ടത്തിലെത്തി. അപ്പോൾ ബോട്ടത്തിലെത്തിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഷഫിൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഷഫിൾ ചെയ്യുക. അപ്പോൾ അവരുടെ ചീട്ടിപ്പോൾ ഈ ഡെക്കിൻ്റെ ഏറ്റവും അടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഷഫിൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഷഫിൾ ചെയ്ത് അവസാനത്തെ ചീട്ട് വരുമ്പോൾ നമ്മൾ ആ ചീട്ട് മാത്രം ഒറ്റയൊരെണ്ണം ആക്കി എടുത്തിട്ട് അത് മേളിട്ടും വയ്ക്കുക. അപ്പോൾ അപ്പോഴും അവരുടെ ചീട്ട് ടോപ്പിൽ തന്നെ വരും. അങ്ങനെ എത്ര പ്രാവശ്യം ഷഫിൾ ചെയ്താലും അവരുടെ ചീട്ട് ടോപ്പിൽ തന്നെയാണ് വരുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് ഈ ചീട്ട് ഏതൊക്കെയാണെന്ന് നോക്കാൻ പറയണം. ആ സമയം കൊണ്ട് നമ്മൾ ഈ ഡെക്കിലൊരു ഇത് ചെയ്യണം. ഇപ്പോൾ അവരുടെ ചീട്ട് ടോപ്പിലാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ചീട്ട് ഈ ഫിംഗർ വെച്ച് ഈ ചീട്ടിനെ ഒന്ന് നീക്കണം. എന്നിട്ട് ഇത് നീക്കിയിട്ട് വലിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒരു പിങ്കി ബ്രേക്ക് ഇടണം. അപ്പോൾ ഒറ്റ ചീട്ടാണ്, അവരുടെ ചീട്ട് മാത്രം പിങ്കി ബ്രേക്ക് ഇട്ടിട്ട് അവർ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മേളിട്ട് വെച്ചിട്ട് അവരുടെ ചീട്ടും കൂടി എടുക്കണം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചീട്ട് ഏറ്റവും അടിയിലത്തെ ഫേസ് എല്ലാ ചീട്ടും ഫേസ് അപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് മാത്രം ഫേസ് ഡൗൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണിക്കാണ്ട് സൂക്ഷിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഡെക്കിൻ്റെ ഉപയോഗം ഇനിയില്ല. നമുക്ക് ലാസ്റ്റ് ഏസസ് മാറ്റി വയ്ക്കാൻ മാത്രമാണ് ഉപയോഗമുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കണം എല്ലാ ഏസും ഇപ്പോഴും ഏസ് തന്നെയാണെന്ന്. എന്നിട്ട് 2 ഏസ് എടുത്തിട്ട് 3ാമത്തെ ഏസ് എടുത്തതിന് ശേഷം പിന്നെ 3 ഏസ് കാണിച്ചതിന് ശേഷം 4ാമത്തെ ഏസ് പിന്നെ ഒന്നും കൂടി ചെയ്യാൻ പാടില്ല, കാരണം നമ്മൾ ഒളിപ്പിച്ച് വെച്ച ചീട്ട് അവർ കാണും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കണം. അപ്പോൾ അവർ 2 ചീട്ടുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇവിടെ 2 ചീട്ടുണ്ടെന്ന് മനസ്സിലാവില്ല, അവരുടെ ചീട്ടും കൂടി. ഇനി നമ്മൾ ഏസ് ഓഫ് സ്പേർട്സ് വെച്ചാണ് മാജിക് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഏസ് ഓഫ് സ്പേർട്സ് എടുക്കണം. എന്നിട്ട് അവരുടെ ഈ ചീട്ടും ഏറ്റവും അടിയിലിരുന്ന ഏസ് ഓഫ് ഡയമണ്ടും അവരുടെ ചീട്ടും
ഇപ്പോൾ അവരുടെ ചീട്ട് ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ചീട്ടും ആ ഏസും, അപ്പോൾ ഇതിപ്പോൾ ഏത് ഏസ് ആയാലും പ്രശ്നമില്ല, ആ ഏസും നമ്മൾ എടുത്തിട്ട് ഏറ്റവും ബോട്ടത്തിൽ വയ്ക്കണം. ഇപ്പോൾ ഒരു ഏസ് 3 ഏസുകളും ടോപ്പിലും, അവരുടെ ചീട്ട് ഒരെണ്ണം ഡൗണിലുമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവരുടെ ചീട്ട് ഒരു ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനെ ആണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഏസ് എടുത്തിട്ട് ഈ ഏസിൻ്റെ താഴെ ഏറ്റവും അടിയിലായിട്ട് വെക്കണം. ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ തന്നെ വെക്കണം. ഈ ഏസ് ഏറ്റവും അടിയിലായിട്ട് വെക്കണം. അപ്പോൾ ഈ ഏസ് ഇരിക്കുന്നിടത്ത് തന്നെയാണ് നമ്മൾ ഈ ഏസും ഇതേ പൊസിഷനിലായിരുന്നു വെക്കേണ്ടത്. ഇതിപ്പോൾ ഫേസ് അപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഫേസ് അപ്പ് ആയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ഷേക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ ഏസ്, അടുത്ത ഏസ്, അങ്ങനെ മൂന്നാമത്തെ ഏസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഏസ് വരുമ്പോൾ അതിനുശേഷം ഈ കാർഡ് കണ്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഒന്നും കൂടി ഇത് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ പുറകിൽ നമ്മുടെ മറ്റേ ഏസ് ഉണ്ട്. ശരിക്കും ഈ കാർഡ് അവരുടെയാണ് ഈ ഫേസ് ഡൗൺ ആയിട്ട് വന്നേക്കണത്. അപ്പോൾ അത് ഒന്നും കൂടി വലിക്കരുത്. നമ്മൾ ഈ കാർഡ് കണ്ടാൽ അപ്പോൾ നിർത്തിക്കോണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഇത് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചേട്ടെടുത്ത് ഈ ബാക്കിയുള്ള ഈ 3 ഷീറ്റ് എടുത്തിട്ട്, ഇപ്പോൾ ഇത് ഒരു ഡബിൾ ഡെക്കർ കാർഡാണ്, 2 ചീട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ആസ് സ്പേർട്സ് അവരുടെ ഡൗണിലും 2 സ്പേർട്സ് ഇവിടെയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ഈ കാർഡ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, എല്ലാ ഈസാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിട്ട് ഒന്ന് വെക്കണം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഈ കാർഡ് ഇരിക്കണ അതേ പൊസിഷനിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെച്ചതിന് ശേഷം സൂക്ഷിച്ച് ഈ എല്ലാ കാർഡ്സും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കാൻ 4 ചീട്ടാണുള്ളൂ എന്ന്. എന്നിട്ട് നമ്മൾ ഈ 2 കാർഡ് ഏസ് ഓഫ് സ്പേർട്സും അവരുടെ കാർഡുമാണ് ഇവിടെ ഉള്ളത്. ആ 2 കാർഡും പിന്നെ ഇവിടെ ഇരിക്കണേ ഈ തേർഡ് പൊസിഷനിൽ ഇരിക്കുന്ന കാർഡും നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ കയറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിക്കണമെന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ അതിനേക്കാളും ഒരു ഇതായിട്ട് വന്നത് ഇങ്ങനെ തന്നെ പിടിക്കുമ്പോഴാണ്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സ്നാപ്പ് ചെയ്തിട്ട് ഒന്ന് ഷേക്കും ചെയ്ത് കൊടുത്തിട്ട് 1 2 ഫേസ് ഓഫ് സ്പേർട്സ് നമ്മൾ തലയൊന്നും തിരിച്ചു വെച്ചിട്ടില്ലായിരുന്നു, മറ്റേ സാറിന് ഇരുന്ന പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഇത് കാണിക്കണം. എന്നിട്ട് ഇത് ഒരു 2 കാർഡാണ്, 2 ഏസസ് ഉള്ളൊരു കാർഡാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 3 കാർഡായി. ഈ 3 കാർഡ് കാണിച്ചതിന് ശേഷം 4ാമത്തെ കാർഡ് വരുമ്പോൾ അറിയാണ്ട് പോലും ഇങ്ങനെ ഒന്ന് കാണിക്കരുത്, അപ്പോൾ അവർ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ചീട്ട് ഇപ്പോൾ ഏസ് ഓഫ് സ്പേർട്സ് ഇവിടെ വന്നു, നമ്മൾ ഇതിൻ്റെ ടോപ്പിട്ട് ഇത് വെക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് അവരോട് പറയണം ഇപ്പോൾ അവരുടെ ചീട്ട് 3ാമത്തെ പൊസിഷനിൽ വന്നെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഏസ് ഓഫ് ഹേർട്സ്, ഏസ് ഓഫ് ക്ലബ്സ്, അപ്പോൾ അവിടെ 3ാമത്തെ പൊസിഷനിൽ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവരോട് ഈ കാർഡ്സിൽ ഇതൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോൾ അവർ അതിയിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 2 ചീട്ട് എടുക്കണം. എന്നുവെച്ചാൽ അവരുടെ ചീട്ടും ഈ ഏസ് ഓഫ് സ്പേർട്സും നമ്മൾ ഒരുമിച്ചെടുക്കണം. ഈ ഏസ് ഓഫ് സ്പേർട്സും അവരുടെ ചീട്ടും ഡബിൾ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ താഴത്തെ അവരുടെ ചീട്ടും മേളിലെ ഏസ് ഓഫ് സ്പേർട്സും ആണ്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒറ്റ കാർഡ് ഞാൻ എടുത്തോളൂ. എന്നിട്ട് ഡബിൾ ലിഫ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഡബിൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കാർഡ് അവരെ അറിയാണ്ട് പോലും കാണരുത്. എന്നിട്ട് ഈ കാർഡ് വെച്ച് ഇതിങ്ങനെ ഈ ഏസ് ഓഫ് സ്പേർട്സും ഈ 2 ഓഫ് സ്പേർട്സും വെച്ചിട്ട്, എന്നുവെച്ചാൽ അവരുടെ ചീട്ടും വെച്ചിട്ട് ഈ കാർഡ്സിനെ അങ്ങ് ഡൗണിൽ നിന്ന് പൊക്കി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെക്കണം. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, 3 ഏസ് ഓഫ് സ്പേർട്സ്, ഏസ് ഓഫ് ഹേർട്സ്, ഏസ് ഓഫ് ക്ലബ്സും അവിടെ വന്നു. ഏസ് ഓഫ് സ്പേർട്സ് 3ാമത്തെ പൊസിഷനിൽ, അവരുടെ ചീട്ട് 2 ഓഫ് സ്പേർട്സ് ആണ് ഇപ്പോൾ വന്നേക്കണേ, അത് ഏറ്റവും ഡൗണിലുമായി. എന്നിട്ട് നമ്മൾ മറ്റേ ലാസ്റ്റ് ഏസ് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിട്ടും വെക്കണം. എന്നിട്ട് അവരോട് പറയണം ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നതെന്ന്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കൈ പിടിക്കണം. ഇങ്ങനത്തെ ഈ ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ 3 ഫിംഗർ ഇവിടെ. എന്നിട്ട് ആദ്യം ഈ ടോപ്പിലിരിക്കുന്ന കാർഡ് ഇങ്ങനെ ഒന്ന് നീക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ട് അടുത്ത ചീട്ട് കാണിക്കണം. അടുത്ത ചീട്ട് കാണിക്കുമ്പോൾ അത് ഏസ് ഓഫ് സ്പേർട്സ് ആണ് നമ്മൾ താഴ്ത്ത് വെച്ചാൽ, അപ്പോൾ അത് തലയിരിഞ്ഞു ഒന്നെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഏസ് ഓഫ് ക്ലബ്സിൻ്റെ ഇവിടെ നല്ല താഴത്തെ നല്ല ടൈറ്റായി ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഏസ് ഓഫ് ക്ലബ്സും അങ്ങ് മൂവ് ചെയ്യണം. ഇപ്പോൾ ഏസ് ഓഫ് ഹേർട്സ്, ഏസ് ഓഫ് ക്ലബ്സ്, ഏസ് ഓഫ് ഡയമണ്ടും ഒരു കാണും. പക്ഷേ അവരുടെ ചീട്ട്
അല്ല, ഏസ് ഓഫ് സ്പേർട്സ് മാത്രം. ഇപ്പോൾ അവരുടെ ചീട്ടാണിത്, ഈ തലയിഞ്ഞ് വന്നേക്കണേ. പക്ഷെ അവർ വിചാരിച്ചേക്കണത് അത് ഏസ് ഓഫ് സ്പേർട്സ് ആണെന്നാണ്. അപ്പോൾ ഏസ് ഓഫ് സ്പേർട്സ് ശരിക്കും ഈ ചീട്ടിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അവരെ കാണിക്കാണ്ട് നോക്കണം. എന്നിട്ട് നമ്മൾ ഈ ഏസ് ഓഫ് സ്പേർട്സും എല്ലാ ഏസുകളും അങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഈ ഏസ് ഓഫ് ഹേർട്സിൻ്റെ താഴത്തായിരുന്നു ഏസ് ഓഫ് സ്പേർട്സ്. ഇപ്പോൾ നമ്മൾ എല്ലാ ചീട്ടുകളും ഈ എല്ലാ ഏസുകളുമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ 5 കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 ഏസും എടുത്തിട്ട് അവരെ കാണിക്കാണ്ട് സ്ക്വയർ അപ്പ് ചെയ്തിട്ട് ഡെക്കിൻ്റെ മേളിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി വയ്ക്കുന്നു. പിന്നെ അവരെ കാണിക്കാനൊന്നും പോകരുത്. എന്നിട്ട് അവരോട് ചീട്ട് വയ്ക്കണം. ഇത്രയൊക്കെ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം അവർ ചീട്ട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവരോട് പറയണം, ഇപ്പോൾ ഒരു ഇത് കിടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു മാജിക് കിടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സ്നാപ്പ് ചെയ്യുമ്പോൾ അവരുടെ ചീട്ട് അവിടെ വരും. അപ്പോൾ ഭയങ്കര റിയാക്ഷനൊക്കെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അടുത്ത വീഡിയോ വരെ ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ ഈ കാർഡ് എടുക്കുമ്പോൾ നല്ല ലൈറ്റ് കളറുള്ള കാർഡ് വെച്ചാണ് ട്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബ്രൈറ്റ് കളർ വെച്ച് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ആ ബ്രൈറ്റ് കളർ നോട്ട് ചെയ്തിട്ട് മനസ്സിലാവും അവർക്ക് ആ ട്രിക്ക്. അപ്പോൾ അത് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് കളർ യൂസ് ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.